എത്തന സന്തോഷം ദിനവും കൊട്ടത് ഉന്മേലെ നീ മനസ്സ് വെച്ചിട്ട്. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിച്ച് ആവുള്ളൂ. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര മനോരഥങ്ങളിൽ പ്രിയദർശൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഓളവും തീരവും അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ദുർഗാകൃഷ്ണ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ അമ്മയായിട്ടാണ്, ഉമ്മയായിട്ടാണ്. എപ്പോഴും സുരഭി ചെയ്തിട്ടുള്ളതും ഒരു പക്ഷേ സുരഭിയേക്കാൾ പ്രായം കൂടിയതാണ് ഒരു ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ആ സിനിമയിൽ ഇത്രയും ക്യാരക്ടേഴ്സ് ആ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ അത് പേഴ്സണലി ബാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ? അത് പേഴ്സണലി നമുക്ക് ബാധിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ തോട്ട്സിനെ ഫ്രെയിം ചെയ്യാന്ന് പറഞ്ഞ സംഭവമല്ലേ. അപ്പം നമ്മളുടെ ചിന്തകൾ ആ പ്രായത്തിലേക്ക് പോകണം. അത് ആ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് ആലോചിക്കുമ്പോൾ ഞാനത് എന്താ പറയുക, എനിക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ ചില സ്ഥലത്ത് എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ സാറിനോട് പറഞ്ഞു. പിന്നെ നമ്മളൊരു ഡയറക്ടറിൻ്റെ ആക്ടറാണ് ആത്യന്തികമായിട്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം ഓക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് അദ്ദേഹത്തിന് വേണ്ട ഒരു സംഭവമാണ് അത് ഓക്കെ പറയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ മാറ്റും. നമ്മളിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്. എനിക്ക് ചിലപ്പോൾ പലപ്പോഴും അയ്യോ ഒരു ടേക്കും കൂടെ ഒന്നും കൂടെ എന്നൊക്കെയുള്ള സാധനങ്ങൾ അതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 60 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് ആ വയസ്സ് അവരുടെ അത്രയും ജീവിതം കണ്ടിട്ടുള്ളൊരു ജീവിതമൊക്കെ ഇങ്ങനെ ആലോചിക്കും. നമുക്ക് മെൻ്റലി നമ്മൾ പ്രായമാവണം, എന്നാലാണ് അതിലേക്ക് പോകുന്നത്. നമുക്ക് സാധാരണ ഇപ്പോൾ നിൽക്കുമ്പോൾ നമുക്കൊരു 10 വയസ്സ് പിന്നോട്ടും ഒരു 10 വയസ്സ് മുന്നോട്ടും ഒക്കെ കുറേയൊക്കെ പോകാൻ പറ്റും. കുറേയൊക്കെ അതിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പ്രായമായിട്ട് ചിന്തിക്കണം അല്ലേ. കുറേ ഓരോ ദിവസവും ഓരോ സംഭവങ്ങളല്ലേ നമ്മളെ ജീവിതത്തിൽ നടക്കുന്നത്. അതാണ് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് അവർക്ക് എന്തൊക്കെ മാറ്റം വന്നു ചിന്തിച്ച് നമ്മളൊരു 60 വയസ്സുകാരിൻ്റെ ചിന്തിക്കുമ്പോഴത്തേ നമുക്ക് പ്രായമായി പോകും. അങ്ങനെ ഒരുപാട് ഒരു സിനിമയാണെങ്കിൽ പോട്ടെ, ഒരേ സിനിമകൾ ചെയ്യുമ്പോൾ അത് പേഴ്സണലി ബാധിച്ച അനുഭവങ്ങളുണ്ടോ? അല്ല, പ്രായത്തിൻ്റെത് അങ്ങനെ അല്ല, ആ സിനിമ ചെയ്യുമ്പേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൽ നിന്ന് വന്നിട്ട് പിന്നെ നേരെ നമ്മൾ കുമാരിയാണ് വേറെ പോകുന്നത്. അപ്പം നമ്മൾ വേറെ ചിന്തകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മളെ ചിന്തകളെ കൊണ്ട് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കസ് കളിക്കുന്നത്. ഫിസിക്കലി ഉള്ളതിനേക്കാളും കൂടുതൽ ഒരു നടന് അയാളുടെ മനസ്സ് ചിന്തിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരം വേണം എന്നുള്ളതാണ്. അപ്പം ആ ശരീരത്തിനെ കീപ്പ് ചെയ്ത് പിന്നെ മനസ്സുകൊണ്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ. അത് നമ്മളെ ചില സമയത്തൊക്കെ ചില രീതിയിൽ ബാധിക്കും. എനിക്ക് അത് കഴിയുമ്പോൾ ഒന്നുമല്ല ബാധിക്കും. പിന്നെ ഞാൻ അവിടെ ചെല്ലുമല്ലോ, ഇവരൊക്കെ എൻ്റെ കൂടെയുള്ള ആൾക്കാരല്ലേ, നമ്മളുടെ ചിന്തകളല്ലേ അതിലേക്കൊക്കെ പോയത്. അപ്പോൾ അവർ നമ്മളിൽ നിന്ന് അങ്ങ് പറഞ്ഞു പോവോ വിട്ടുപോവോ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാനിപ്പോൾ മൂന്നാർ ആ ഭാഗത്തൂടെ പോകുന്ന സമയത്ത് ഞാൻ മുത്തമ്മ ദാ നമ്മൾ അന്ന് പോയ വഴികൾ, അല്ലെങ്കിൽ നമ്മൾ അന്ന് പോയ റോഡ്, അല്ലെങ്കിൽ നമ്മൾ അന്ന് ഷൂട്ട് ചെയ്ത ഗുഹയാകട്ടോ എന്ന് എനിക്ക് എൻ്റെ കഥാപാത്രങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നൊരു അങ്ങനത്തെ ഭ്രാന്തൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ രാവണൻ്റെ തലകൾ പോലെ എൻ്റെ ക്യാരക്ടേഴ്സൊക്കെ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നലും. അവരിന്ന് ഞാൻ അങ്ങനെ വിട്ട് കളയോ അങ്ങനെ ഒഴിവാക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ ചിലതൊന്നും ചെയ്യേണ്ടാത്ത നമ്മൾ തന്നെ മറന്നു പോയിട്ടുള്ള ചിലതുണ്ടാവും. അവിടെ ചില സമയത്ത് ഡയറക്ടേഴ്സ് വേണ്ട, ഞങ്ങൾ പറയുന്നത് ചെയ്താൽ മതി, അത് മതി. അത് ചിലപ്പോൾ നമ്മളിലുള്ളൊരു അന്നത്തേക്ക് ഒരു വിശ്വാസക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് നമ്മളുടെ അത്രയും വേണ്ടാത്ത ആൾക്കാരുണ്ടാവും. ആവശ്യമില്ല, അവർക്ക് അവർ പറയുന്ന സാധനം ചെയ്തു പോയാൽ മതി. അവിടെ നമ്മളൊന്നും ചെയ്യൂല, കോപ്പി പേസ്റ്റ് അടിച്ച് പോന്നാൽ മതി എന്ന് അവർ പറയും നമ്മളോട്. പിന്നെ അത് ചെയ്ത് പോരുന്ന അവർ ചിലപ്പോൾ നമ്മളുമായിട്ട് മാനസികമായിട്ട് അവർക്ക് ഇപ്പം ഈ ഒരു നടനിപ്പം നമ്മളെ സ്റ്റാൻസ്ലോസ്കിയൊക്കെ പറയുന്ന പോലെ ഒരു അദ്ദേഹത്തിന് ഉള്ള പാഠങ്ങളാണല്ലോ നമുക്കൊക്കെ അറിയാം, വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് പഠിച്ചപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ആ നടൻ കഥാപാത്രം, ആ കഥാപാത്രവുമായിട്ടുള്ള ഒരു പ്രണയബന്ധത്തിലാവണം എന്നുള്ളതാണ്. ആ ബന്ധമൊന്നുമില്ലാതെ നമ്മൾ അറേഞ്ച് മാരേജ് കഴിക്കുന്ന പോലെ പോയി കെട്ടിപ്പോകുന്ന പോലത്തെയാണ് ചിലത് തോന്നുന്നത്. അപ്പം അല്ലാത്തടത്ത് നമുക്ക് ഒരു ആക്ടർക്കുള്ള സ്പേസ് തരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മാണിക്കാണെങ്കിലും കുമാരിയാണെങ്കിലും
ഇപ്പം മിന്നാമിനുങ്ങ് പോലെ അങ്ങനത്തെ സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിലും പത്മയൊക്കെ ആണെങ്കിലും അതിലേക്ക് നമുക്കൊരു ഇറങ്ങാനുള്ളൊരു സ്പേസ് നമ്മൾ ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് നമുക്ക് തരണം. അപ്പോൾ നമ്മൾ പിന്നെ സുരഭിയെ പറ്റി ആലോചിക്കുമ്പോൾ തോന്നിയൊരു കാര്യം, MIT മൂസ 350 എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കോഴിക്കോട് സ്ലാങ്ങിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് സുരഭി പോയിട്ട് തിരുവനന്തപുരം സ്ലാങ് ചെയ്ത് നാഷണൽ അവാർഡ് വാങ്ങുന്നത്. ആ ഒരു വലിയ ചലഞ്ച് എങ്ങനെയാണ് എടുത്ത ആ സമയത്ത്? എനിക്ക് അങ്ങനെ ഇപ്പോൾ ഈ നമ്മളുടെ എന്താ പറയുക, കേരളത്തിലുള്ള മുഴുവൻ സ്ലാങ്ങും എനിക്ക് അതൊന്നും എന്നെ അധികം ബാധിച്ചിട്ടില്ല എന്നൊന്നും, അതൊന്നും എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നില്ല. ഒരു പക്ഷേ കാലടിയിൽ എൻ്റെ ഹോസ്റ്റലിൽ എല്ലാ ജില്ലയിലുള്ള ആൾക്കാരുള്ളതുകൊണ്ട് അപ്പോൾ അവിടെ ആദ്യം ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഒക്കെ ചെന്നപ്പോൾ നമുക്ക് 10-17-18 വയസ്സല്ലേ, അപ്പം ഞാൻ ഈ കോഴിക്കോട് പറയുന്നത് കോമഡി ആയിരുന്നു. അപ്പോൾ അവർ കളിയാക്കിയിട്ട് ഞാൻ പിന്നെ അച്ചടിയായിട്ട് എടി നിൻ്റെ പേരെന്തുവാ എന്നൊക്കെ, ഈ വാക്കൊക്കെ ഒരു വാ കുറച്ച് കൂടുതലായിപ്പോയിരുന്നു. അവൻ്റെ സാർമാരൊക്കെ പറഞ്ഞു നിൻ്റെ സ്ലാങ് തന്നെ നല്ല അടിപൊളിയാണ്. വർമ്മ സാറാ പറഞ്ഞത് അത് മാറ്റണ്ട, നീ അങ്ങനെ സംസാരിച്ചു. പിന്നെ ക്യാരക്ടർ ചെയ്യുമ്പോൾ മാത്രം നമ്മളതിൽ മാറ്റിയാൽ മതി. അതെനിക്കൊരു ബാധ്യതയും അല്ല, അത് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ അതല്ല. അപ്പോൾ MIT മൂസ ചെയ്തപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആ ഒരു ടൈപ്പ് കാസ്റ്റിംഗ്, ആ ഒരു സ്ലാങ് മാത്രം അറിയുന്ന ഒരാൾ അത് മാത്രം അതും ഞാൻ പഠിച്ചിട്ടുണ്ട്. 10-70 വയസ്സുള്ള ഉമ്മുമ്മമാരുടെ അടുത്ത് പോയിട്ട്, അത് നമ്മളെ എക്സാക്റ്റ് കോഴിക്കോടിൻ്റെ ഒരു ഇതല്ല, പഴയ ആൾക്കാരുടെ ഇതാണ്. അപ്പോൾ അവിടെ ആരും വയസ്സായില്ല എന്ന് പറയൂല. ഇതൊരു വയസ്സായില്ല, വിനുവിൻ്റെ ഇൻ്റർവ്യൂ ഒരു വയസ്സില്ലാത്തതെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. കോഴിക്കോട്ടുകാർക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. അതായത് ഒരു സുഖമല്ല എന്നുള്ളതാണ്. അത് ആട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ടാ പോലെ നിങ്ങൾക്ക് തോന്നുള്ളൂ. അത് എങ്ങോട്ടെങ്കിലും കളഞ്ഞേക്കൂ എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. ഇനി വാഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കോഴിക്കോട്ടുകാർക്ക് തന്നെ ചിലപ്പോൾ കുറേ പേർക്ക് മനസ്സിലാവില്ല. അപ്പം ആ കാലത്തുള്ളൊരു സംസാര രീതിയിലേക്ക് ഞാൻ പോയിട്ട് ഉണ്ട്. അപ്പോഴാണ് തിരുവനന്തപുരത്ത് ഇത് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ അനിൽ സാറിന് സംശയമായിരുന്നു ഞാനിത് പറയുമോ എന്നുള്ളത്. അതും എന്നോട് തിരുവനന്തപുരം പറയാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കോഴിക്കോട് പാടില്ല, പിന്നെ അച്ചടിയിലാണല്ലോ ആ സ്ക്രിപ്റ്റ് എഴുതുന്നത്, അത് പറഞ്ഞാൽ മതി, എല്ലാവരും അത് പറയുന്ന പോലെ. അപ്പോൾ പകുതി സ്ക്രിപ്റ്റാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് തലേന്ന് രാത്രിയാണ്, അതായത് നാളെ ഷൂട്ട് തുടങ്ങുകയാണ്, ഇന്ന് രാത്രിയാണ് സെക്കൻഡ് ഹാഫ് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് അന്ന് രാത്രി ഒരു 2 മണി വരെ ഇരുന്ന് വായിച്ചപ്പോൾ അതാണ് അവിടെയൊക്കെയാണ് തിയേറ്റർ നമ്മളെ ഗുണം ചെയ്യുന്നത്. അത് നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് പട്ടയം കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാൾ, അപ്പോൾ അവിടെ ജനിച്ച് വളർന്ന് അത്രയും കാലം നിന്നിട്ടുള്ള ഒരാളായിരിക്കും. പിന്നെ അവിടെ ഷൂട്ട് തിരുവനന്തപുരത്ത്, അതിൽ അഭിനയിക്കുന്ന ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും തിരുവനന്തപുരംകാരാണ് കൂടുതലും. അപ്പോൾ ഇതുവരൊക്കെ തിരുവനന്തപുരം സ്ലാങ് ഉണ്ടാവും. അതിൽ സിനിമയിൽ വരുന്ന ബോർഡുകളെല്ലാം അങ്ങനെ അതിൻ്റെ ഡീറ്റെയിലേക്ക്, സ്ക്രിപ്റ്റിൻ്റെ ഡീറ്റെയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് തിയേറ്ററിൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള പഠനം നമ്മളെ സഹായിക്കും. അപ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത് തിരുവനന്തപുരം സ്ലാങ് വേണമെന്നുള്ളത്. അങ്ങനെ ഞാൻ അന്ന് പാർവതി ചേച്ചി, ഞാൻ അവിടെ കരകുളത്ത് അഭിനയ തിയേറ്റർ റിസർച്ച് സെൻറ്ററിൽ 1 വർഷം ആക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജോഷേട്ടൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ പാർവതി ചേച്ചിനെ വിളിച്ച് പിറ്റേന്ന് എടുക്കുന്ന സീനുകൾ 2 ദിവസത്തേക്കുള്ളത്, ചേച്ചി അന്ന് വേറെ ഏതോ ഷൂട്ടിലാണ്, എന്നിട്ട് ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിലാക്കിയിട്ട് വോയിസ് നോട്ട് അയപ്പിച്ച് ഞാൻ പിറ്റേന്ന് അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡയറക്ടർ ഓക്കെ. പിന്നെ കൃഷ്ണൻ ബാലകൃഷ്ണൻ പുള്ളിക്കാരൻ അതിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇരുന്ന് ഫ്രീ ടൈം ഇല്ല, ആകെ 11 ദിവസമാണ് ആ സിനിമയുടെ ഷൂട്ട്. ഫ്രീ ടൈം എന്ന് പറഞ്ഞൊരു ടൈമില്ല. എന്നിട്ടും ചോറിന്നുന്നത് കുറച്ചിട്ടും ഇത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നത്, അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ അവിടെ ഇരുന്ന്, പുള്ളിയും തിയേറ്ററാണ്, പറഞ്ഞ് അത് പഠിച്ച് ഡബ്ബിങ്ങിൻ്റെ സമയത്തും കൃഷ്ണേട്ടൻ ഇരുന്ന് അങ്ങനെയാണ് ആ സ്ലാങ് ഇതാകുന്നത്. അപ്പോൾ അതെനിക്കൊരു ചലഞ്ചാണ്. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ പോകാമെന്ന് പറയുന്നത് ചലഞ്ചാണ്. പക്ഷേ എനിക്കത് ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ തിയേറ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഭാഷ ഉണ്ടാവും. ഞങ്ങൾക്ക് ജിബ്രിഷിലല്ലേ, ചിലതിന് ഒരു ഭാഷ ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് തിയേറ്റർ എന്ന് പറയുന്നത്. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ തട്ടേ കയറിയാൽ പിന്നെ ഒന്നുമില്ല, എന്താണോ വരുന്നത് അതിനനുസരിച്ച് പോയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്കത് വലിയൊരു ഭാരമായിട്ടും തോന്നില്ല. ഓരോ ക്യാരക്ടറിന് വേണ്ടിയും എടുക്കുന്ന എഫേർട്ട് ഓരോ രീതിയിലാണ്. അജയൻ്റെ 2ാം മോഷണത്തിലെ മാണിക്യത്തിന് അതിൽ കൂടുതൽ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അത് ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ ഓരോ സിനിമയ്ക്കും ഓരോ തരത്തിലാണെന്ന് പറഞ്ഞല്ലോ. കുമാരി എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് മറ്റുള്ള കഥാപാത്രങ്ങളിൽ നിന്നൊന്നും ഇതിനെ കുമാരിയിലെ മുത്തമ്മയെ ഉണ്ടാക്കിയെടുക്കുന്നത് അത് വേറൊരു രീതിയിലായിരുന്നു. ഇതിൽ വരുന്ന സമയത്ത് മാണിക്യത്തിനേക്കാൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് മണിയനെയായിരുന്നു.
എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കണം. ആ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം മണിയനെ അറിയണം. മണിയനെ അറിഞ്ഞിട്ട് മണിയൻ എങ്ങനത്തെ സ്വഭാവത്തിലുള്ള ആളാണ്. ഇപ്പോൾ ടോവിൻ്റെ ക്യാരക്ടർ അതിൽ ഭയങ്കര കളരി അഭ്യാസിയാണ്. അയാൾ ഇവിടെ മണിയടിച്ച് അവിടെ ഓരോ ചെയ്യുന്ന ആളാണ്. ഒരു ഒടിയൻ സ്വഭാവമുള്ള ആളാണ്. ഭയങ്കര മാൻലി ആയിട്ടുള്ള ഒരു 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 അസുര സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ എല്ലാവർക്കും പേടിയില്ല ഒരു ഇതുള്ള ആ നാട് മുഴുവൻ അറിയാവുന്ന ഒരു കള്ളനാണ് മണി. അപ്പം അയാളുടെ മാണിക്യമാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ സെലക്ട് ചെയ്യുന്ന പേർ എങ്ങനെയുള്ള ഒരാളായിരിക്കും. അത് അയാളെക്കാളും കുറച്ച് എപ്പോഴും ഒരു നമുക്ക് കക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനം നമ്മൾ കട്ടെടുക്കൂലല്ലോ. അപ്പോൾ ഇയാളുടെ ലൈഫിൽ അത്ര റിസ്ക് എടുത്ത് കട്ടെടുത്തിട്ടുള്ള ഒരാളാണ് മാണിക്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്ര വിലപിടിപ്പുള്ള ഒരാളായിരിക്കണം. ഇത് ഫസ്റ്റ് നമ്മുടെ ഒരു ഇത് വരും. അപ്പോൾ ഈ ക്യാരക്ടറിന് കളരിയുണ്ട്. എനിക്ക് ഈ സിനിമയിൽ ഒരു കളരിയുടെ ഒരു നോട്ടം പോലും ചെയ്യാനില്ല. പക്ഷെ ഞാൻ കളരി പഠിച്ചു. അത് മണിയനെ അറിയാവുന്നതുകൊണ്ട് പഠിച്ചതല്ല. മണിയനേക്കാളും അപ്പുറത്താണ് മാണിക്യം എന്ന് എനിക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. കളരി പഠിച്ചു. താന്ത്രിക് യോഗയുടെ കുറച്ച് സാധനങ്ങൾ ഇതാക്കി. പിന്നെ നമ്മളൊരു ബ്ലാക്ക് മാജിക് പഠിച്ചതല്ല, അത് നമുക്കറിയാവുന്ന സോഴ്സ് വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ ഇത് ചെയ്തു. പിന്നെ ഇതിൽ ഒരു 35 വയസ്സും ഒരു 60-70 ഇതേപോലെ തന്നെ 2 ഏജ് പ്ലേ ചെയ്യാൻ. രോഹിണി ചേച്ചിയാണ് എൻ്റെ മകളായിട്ട് അഭിനയിക്കുന്നത്. രോഹിണി ചേച്ചിയുടെ ഡയലോഗിൽ നിന്നാണ് ഇവരുടെ ലൈഫിൽ പിന്നീടുള്ള കുറേ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകുന്നത്. അജയൻ്റെ സംസാരത്തിൽ നിന്നാണ്, ആ സമൂഹത്തിൽ നിന്ന് എന്തൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റിൽ നിന്ന് കിട്ടുന്ന കുറേ പ്രൈമറി ആയിട്ട് കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട്. ആ സാധനങ്ങൾ എടുത്തു വെച്ച് ഇവരുടെ ലൈഫിൽ ഓരോ സമയവും ഈ എൻ്റെ മകൾ കല്യാണം കഴിച്ചത് മുതൽ അവരുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ മാണിക്യം ഏത് സ്റ്റേജിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ ഈ സ്ക്രിപ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെ വെച്ച് ഇവരുടെ ലൈഫിൽ ഓരോ ഇവൻറ്റ്സ് ഉണ്ടാക്കി എടുത്തിട്ടാണ് ഇവരുടെ ഈ 70-ാം വയസ്സിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതൊന്നുമില്ല. ഞങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി, ഏത് രീതിയിലാണ് എന്നെ മണിയൻ കട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതെന്നും ഞാൻ എവിടെ വളർന്നിട്ട് ഏതൊരാളുടെ മകളാണ്, എങ്ങനെയുള്ള ഒരാളാണെന്നും ഇയാളുടെ ചെറുപ്പകാലം എങ്ങനെയുള്ളതാണെന്നും ഇവരുടെ ഒരു സംഭവം ഇതും നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പോയിട്ട് അവരുടെ അടുത്ത് പറയുമ്പം അവർക്കത് ബാക്ക് സ്റ്റോറി അവർ ഇഷ്ടപ്പെടുകയും അപ്പോൾ അതിന് എൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗം. പിന്നെ അതിലേക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള റൈറ്ററിൻ്റെയും ഡയറക്ടറിൻ്റെയും ഒക്കെ ആഡ് ഓൺ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ കഥാപാത്രത്തിന് ഇത് ചെയ്യുന്നത് നമുക്ക് അഭിനയിക്കാൻ, നമുക്ക് സിനിമയിൽ കാണിക്കാനല്ല, നമ്മൾ ആ ചിന്തകൾ കൊണ്ട് ആ മാണിക്യം എന്നുള്ള കഥാപാത്രത്തിനെ ഏറ്റവും ആഴത്തിൽ എത്ര വിശ്വസിക്കാൻ സാധിക്കുമോ ആ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് സുരഭി എന്നുള്ളൊരു സാധനം അതിലകത്ത് ഉണ്ടാവില്ല. അത് ഞാൻ ഒരു സീന് ചെയ്യുമ്പോഴാണെങ്കിലും അത് ചെയ്യായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കല് ഞാൻ ഈ സിനിമയിൽ ഇവരുടെ കൂടെ അഭിനയിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. എൻ്റെ ലൈഫ് ഇതാണ് എന്നുണ്ടാക്കി കൊണ്ടുപോയിട്ടാണ് ആ ഒരൊറ്റ സീൻ ചെയ്യുന്നത്. ചിലപ്പോൾ പേര് പോലും ഉണ്ടാവില്ല, റിസപ്ഷനിസ്റ്റൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നിൻ്റെ റേഞ്ചിലുള്ള ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാടാ ഔട്ട് ഓഫ് റേഞ്ച് കയറി കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുതിയ മുഖത്തിൽ ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ഡയലോഗൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ആ പെണ്ണിന് ഒരു ഇതുണ്ട്, അതിന് പേരൊന്നും അറിയില്ല. പിന്നെ ഹാബിയസ് കോർപ്പസ് ഹർജിയെ തുടർന്ന് വിദ്യാലക്ഷ്മിയെ ഇന്ന് തന്നെ കോടതിയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് എന്ന് പറയുന്ന കഥ തുടരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ആസിഫ് അലിയും മമതയും ഉള്ളൊരു സിനിമയുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇതെല്ലാം BBC-യിലുള്ള ഒരു ആളായിട്ട് ഇന്ന് റിപ്പോർട്ടർ, ഇന്ന് രാവിലെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ്, എത്ര സമയത്ത് ഏത് ഓട്ടോ പിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വാഹനം വരുമ്പോഴത്തേക്ക് അവിടെ എത്തിയിരിക്കുന്നത്, ഈ ചിന്തകളൊക്കെ കൊണ്ടാണ് വരുന്നത്. അപ്പം എന്താണ്, എനിക്ക് ഇവിടെ ഉള്ള 4 ഡയലോഗൊന്നും എന്നെ ബാധിക്കില്ല, എനിക്കിപ്പുറത്ത് വേറെ കഥകളുണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്പം അങ്ങനെയാണ് അതുകൊണ്ട് വ്യത്യാസമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. 70 സിനിമകൾ കഴിഞ്ഞു, ഈ 20 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ടേക്ക് അവേ എന്താണ് ഇത്ര കാലത്തെ കൊണ്ടുള്ള സിനിമയിൽ നിന്ന്, ഈ അനുഭവത്തിൽ നിന്ന്? അത് മിന്നാമിനുങ്ങിലെ ഡയലോഗ് തന്നെയായിരിക്കും. നമ്മൾ ഇത്ര കാലം ജീവിച്ച് കഴിഞ്ഞ് പിന്നോട്ട് നോക്കുമ്പോൾ
നമ്മൾ ഇത്രയും കാലം നന്നായിട്ടാണ് ജീവിച്ചത്, അതിനൊരർത്ഥമുണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നിടത്താണ് യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആ ഡയലോഗ് ഉള്ളത്. അത് തന്നെയാണ് എനിക്കും. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒക്കെ ഒരു മീനിങ് ഉണ്ട്, ചെയ്തതിനൊക്കെ ഒരു ഇതുണ്ട്. എല്ലാം ഒന്നിലേക്ക്, എല്ലാം അങ്ങനെ തന്നെയാണ്, ഒന്നിലേക്ക് അടുത്തതിലേക്കുള്ളൊരു ഇതാണ്. നമുക്കാർക്കും ഒറ്റയ്ക്ക് നിൽക്കാനൊന്നും പറ്റില്ല. അടുത്ത് പറഞ്ഞതുപോലെ ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റ് ജീവികൾ തൻ സഹായം എന്നുള്ളതാണ്. അപ്പോൾ ആ ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ളതുമല്ല, എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തുക്കളും എനിക്ക് തന്ന സിനിമകളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു യാത്രയാണ്. ഞാൻ അതിലെല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും നാടകത്തോടും നാടക അധ്യാപകരോടും വിനോദ് മാഷിനോടും വർമ്മ സാറിനോടും ഗോപൻ സാറിനോടും ജ്യോതിഷേട്ടനോടും തുടങ്ങി എൻ്റെ തുടക്കത്തിൽ 4ാം ക്ലാസ്സിൽ എന്നെ കൃഷ്ണനാക്കി അവതരിപ്പിച്ച മൂന്നേട്ടനോടുള്ള പോലെ എല്ലാ എൻ്റെ അധ്യാപകരും, അവർക്കൊക്കെ എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും ഞാൻ കൊണ്ടുവന്ന പൊട്ട ഇതേപോലെ കുറേ പൊട്ട മണ്ട ചോദ്യങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുപോകുക. അതിൽ നിന്ന് നെല്ലും പതിരും ഒക്കെ വേർതിരിച്ച് എനിക്ക് കുറച്ച് സാധനമായിരിക്കും തിരിച്ചു തരിക. അപ്പോൾ അത് കിട്ടുന്ന കുറേ നല്ല നല്ല മനുഷ്യരുടെ കൂടെ ജീവിക്കുന്നു, അങ്ങനെ ഇടപെടുന്നു. പിന്നെ നമ്മളൊരു നല്ലൊരു ആക്ടർ ആവണമെങ്കിൽ എപ്പോഴും നമ്മൾ നല്ലൊരു മനുഷ്യനാവണം എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ള, നമ്മൾ നമ്മളായിട്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് കഥാപാത്രത്തിൻ്റെ ഈഗോയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ല വേറൊരു തരം ഫ്രെയിമിലേക്ക് നമ്മളങ്ങോട്ട് ഞാൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്തേക്ക് എടുത്തു വെക്കുമ്പോൾ നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അങ്ങ് പോകും. അപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മെക്കാനിക്കലാക്കുന്ന ഒന്നിലേക്ക് ഞാൻ പോവില്ല. ആ ഇമോഷൻസിന് ഏറ്റവും അതിൻ്റെ പ്യുവറായിട്ടുള്ള ഒരു ഫോമിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ പേഴ്സൺ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കും. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം ആർട്ടിസ്റ്റ് എന്നുള്ള ഇപ്പം പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ്, നിങ്ങൾ ആർട്ടിസ്റ്റുകൾ ഒരു പബ്ലിക് സ്പേസിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും എല്ലാവരും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഈ ഡിവോഴ്സ് എന്നുള്ള കാര്യത്തെ ഭയങ്കര പോസിറ്റീവായിട്ട് സുരഭി സമീപിച്ചതും അതിനെ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തതും എല്ലാ പൊതുവിൽ കാണുന്ന രീതിയിലല്ല. അപ്പോൾ ഒരു കാര്യം, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഉള്ളപ്പോഴും പാർട്ട്ണർഷിപ്പിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്ന ഒരു ടൈമിലും ആർട്ടിസ്റ്റിനെ അത് ബാധിക്കാറുണ്ടോ? അല്ലല്ലേ, അത് എന്നെ കുറച്ചും കൂടി നല്ല ആ സമയത്ത് ഞാനിപ്പോൾ എപ്പോഴും അങ്ങനെ പോസിറ്റീവായിട്ടാണ് കണ്ടത്. അങ്ങനെ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അവിടെയും എനിക്ക് ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ തിയേറ്റർ എക്സസൈസുകളാണ് എന്നെ നമുക്ക് മുതൽക്കൂട്ടാകുന്നത്. നമ്മളെ തന്നെ തിരിഞ്ഞു നിന്ന് കാണുകയും എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ എത്ര പ്രയാസപ്പെട്ട വഴിയിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ അപ്പോഴും എന്നിലുള്ള ആർട്ടിസ്റ്റിനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അത് പഠിപ്പിച്ച് തന്നു. പക്ഷേ ഇത് എങ്ങനെയാണ്, ഇത് എവിടെ കൊണ്ടുപോയിട്ടാണ് പ്രയോഗിക്കാൻ, ഞാൻ വർമ്മ സാറിനോട് നിങ്ങൾ പറയുന്നതൊക്കെ വെറും പൊട്ടത്തരാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് സുരഭിക്ക് അത് മനസ്സിലാവും, ആ സമയത്ത് അത് പ്രാക്ടീസ് ചെയ്താൽ മതി, ഇന്ന് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഏതോ ഒരു മെമ്മറി കിടന്നിട്ട് അത് ഓർമ്മ വരുന്നത് പോലെ നമ്മൾ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്തു. അത് നമ്മളൊരു പ്രണയം പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഇതിൽ നമുക്ക് വളരെ ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴും ഒക്കെ ഈ എക്സസൈസുകൾ അതാണ് നമ്മളെ ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആരെങ്കിലും അങ്ങനെ ശത്രുക്കളോ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരിലും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നല്ലൊരു ഡ്രസ്സ് കാണുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അത് അടിപൊളി, ഞാനിട്ട് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രസ്സിനോടുള്ള എല്ലാ മതിപ്പും അങ്ങ് പോകില്ല. ഇതിന് തന്നെയാണ് നല്ലത് എന്നുള്ളത്. പക്ഷെ അത് ആ ഡ്രസ്സ് മോശമായതുകൊണ്ടോ ഞാൻ മോശമായതുകൊണ്ടോ ഒന്നുമല്ല, അത് നമുക്ക് ഫിറ്റാവുന്നതേ നമുക്കത് ഇതാവുള്ളൂ. അപ്പം അങ്ങനെ പോസിറ്റീവായിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളത്. ജീവിതത്തിൽ എന്ത് സാധനം ഉണ്ടായാലും പെട്ടെന്ന് ചിലപ്പോൾ നമ്മളൊരു സ്റ്റേഷൻ കിട്ടാതെ പോയാലും നമ്മളെ സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടാവും. പിന്നെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിച്ച് ആവുള്ളൂ. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര റിച്ച് ആവാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. ഇപ്പം ലീഫി സ്റ്റോറീസ് ആണ്. ലീഫ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ് ലീഫി സ്റ്റോറീസ് ഉണ്ടാകുന്നത്. അതുപോലെ സുരഭിയുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് എനർജി തരുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു തിങ്ങോ, ഒരു തിങ്ങോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ, എന്തെങ്കിലും ഒരു സ്പേസോ? എനിക്ക് ലീഫിനേക്കാൾ ഇഷ്ടം വേരുകളാണ്. ഓക്കെ. അല്ല,
അത് ഞാൻ പറയുന്നത് അല്ല എന്തായാലും നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു നമ്മളെ ലൈഫിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അടിയിലേക്ക് വളരണം എന്നുള്ളതാണ്. പുറമെ അതിൻ്റെ അതിൻ്റേതായിട്ട് നമുക്കുള്ള ഇതാവും. പക്ഷെ ഒരു പൊങ്ങ് പോലെ അങ്ങ് വളർന്നു പോകുന്നതിനേക്കാൾ അത് കാറ്റും മഴയും ഇതൊന്നും വരുന്ന സമയത്ത് അത് ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഒരു ആൽമരത്തെ കണ്ടിട്ടില്ലേ, അത്രയും ആ വേരുകൾ നമ്മളുടെ സ്ട്രോങ് ആണ്. അതായത് എൻ്റെ ചുറ്റുവട്ടമുള്ള എൻ്റെ ആളുകൾ, നാടകം, അത് തന്നെയാണ് എനിക്ക് എപ്പോഴും പച്ചപ്പ് നിലനിർത്തുന്നത്. എൻ്റെ ഒരു പച്ചപ്പ് എന്നുള്ളത് എൻ്റെ തിയേറ്റർ തന്നെയാണ്, അത് തന്നെയാണ്. പക്ഷെ ഞാൻ ഒരുപാട് നാടകങ്ങളൊന്നും ചെയ്യണം എന്നൊന്നുമില്ല. ആ ഒരു മീഡിയത്തിനോടുള്ളൊരു ഇത്, അല്ല ആക്ടിങ്ങിനോടുള്ള ഒരു ഇത്. നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ ആളെ പറ്റി ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ എനിക്ക് രജനീകാന്തിൻ്റെ പാട്ട് കേൾക്കുമ്പോഴാണ് ഞാൻ ഓണാവുന്നത്. എനിക്ക് എന്ത് ഇതുപോലെ വാഴ്ക്കയിലായിരം തടക്കല്ലപ്പാ തടക്കല്ല് മൂനക്കൊരു പടിക്കല്ലപ്പ എന്നുള്ള ആ പാട്ട്. പിന്നെ എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ അറിയാം, എൻ്റെ കാറ് വരെ ആ പാട്ട് പടം പഠിച്ചിട്ടുണ്ടാവും. എത്തന്നെ സന്തോഷം ദിനവും കൊട്ടത് ഉന്മയല്ലേ നീ മനസ്സ് വെച്ച് അതൊക്കെയാണ് എനിക്ക് ആകെ ഒരു തമിഴ് വരി അറിയുന്ന പാട്ടൊക്കെ. അങ്ങനത്തെ ആ പാട്ടൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ. പണം കായ്ക്കുന്നത് തരായിരുന്നു, അങ്ങനെ ഒരു മരമുണ്ടെന്ന് കേട്ടു. ഇതിന്റെ ഗുണം എന്താണ്? ഇത് നമ്മുടെ വീട്ടിൽ വെക്കാം. അല്ല, ഓക്സിജൻ കിട്ടുമോ? ഓക്കെ, മതി, അത്രയും. ഇനി നമുക്ക് കുറച്ച് നേരം ബോണ്ടി കഴിച്ച് നമ്മളുടെ ബോണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാം. താങ്ക് യു സോ മച്ച്.